നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 15, 2025 ചൊവ്വ. വാർത്തകളിലേക്ക്. തെരുവുനായ ശല്യം സംസ്ഥാന ദുരന്തമായി കണക്കാക്കാനില്ലെന്ന് ഹൈക്കോടതി. തെരുവുനായ ആക്രമണത്തെ സംസ്ഥാന ദുരന്തമായി കണക്കാക്കിയാൽ ഇരയായവർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാനാകില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം സ്വദേശിനി കീർത്തന സരൻ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ കൂടുതൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ജൂലൈ 21 പരിഗണിക്കാനായി മാറ്റി. 2 സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ ഗവർണർക്ക് തിരിച്ചടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. താൽക്കാലിക VC നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘം യൂണിവേഴ്സിറ്റിയിൽ ആക്രമണം നടത്തുന്നുവെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമൽ. സിൻഡിക്കേറ്റ് കൂടാതെ എങ്ങനെ രജിസ്ട്രാർഡ് സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് ചോദിച്ച VC മോഹൻ കുന്നുമൽ ഇല്ലാതെ ഒരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് പറഞ്ഞ് പരാതി പിൻവലിച്ചെന്നും പറഞ്ഞു. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോഹൻ കുന്നുമലിന്റെ പ്രതികരണം. രജിസ്ട്രാർ പദവിയിൽ KS അനിൽകുമാറിന്റെ നിയമനം ചോദ്യം ചെയ്ത ഗവർണർക്ക് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ഫോറമാണ് പരാതി നൽകിയത്. രജിസ്ട്രാർ പദവിയിൽ നിന്ന് അനിൽകുമാറിനെ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പരാതിയിലെ ആവശ്യം. അനിൽകുമാർ തുടർന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണെന്നും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമനമെന്നും പരാതിയിൽ പറയുന്നു. ഗവർണറുടെ നിയമവിരുദ്ധ നടപടിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. VC-മാരെ ഏകപക്ഷീയമായി ചാൻസലർമാർക്ക് നിയമിക്കാനാവില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ അട്ടിമറിക്കും വിധം ഇടപെടുന്ന രീതി തെറ്റാണെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. RSS താൽപര്യം നടപ്പാക്കുന്ന നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പാലക്കാട് നിപ്പ ജാഗ്രതയുയർന്നു. നിപ്പ ബാധിച്ച മരിച്ച കുമാരംപുത്തൂർ സ്വദേശിയായ വയോധികന്റെ ഹൈറിസ്ക് കോൺടാക്ട് ലിസ്റ്റിലുള്ള 2 പേർക്ക് പനി ബാധിച്ചു. ഇവരെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. ഹൈറിസ്ക് കോൺടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ബന്ധുവിനും ഒരു ആരോഗ്യ പ്രവർത്തകനുമാണ് പനി ബാധിച്ചത്. ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഗംഗാധര പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അതിവേഗ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. 24 മണിക്കൂർ രൂപപ്പെടുമെന്ന് പ്രതീക്ഷിച്ച തീവ്ര ന്യൂനമർദ്ദമാണ് അതിവേഗം രൂപപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 4 ദിവസം വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർക്ക് എതിരായ ആരോപണം ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവ അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. പാതിവില തട്ടിപ്പ് കേസിലെ ആരോപണ വിധേയ പട്ടികയിൽ നിന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പേര് ഹൈക്കോടതി നീക്കിയത് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതിയും തള്ളിയിരുന്നു. കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട കേസിൽ തടസ്സ ഹർജി സമർപ്പിച്ച CBSE വിദ്യാർത്ഥികൾ 4 വിദ്യാർത്ഥികളാണ് തങ്ങളുടെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കുന്നതെന്ന് കാട്ടി അഭിഭാഷകൻ അൽജോ K. ജോസഫ് മുഖാന്തരം തടസ്സ ഹർജി സമർപ്പിച്ചത്. അതേസമയം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ പരാമർശിക്കും. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച ഇന്നും തുടരുമെന്ന് പ്രതിനിധി സംഘം. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകണമെന്ന പ്രതിനിധി സംഘത്തിന്റെ നിർദ്ദേശത്തോട് യമനി പൗരന്റെ കുടുംബം ഇതുവരെ പ്രതികരണം അറിയിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ സുന്നി പണ്ഡിതനാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചത്. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വത്തിക്കാന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് നിവേദനം നൽകി. സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീവ ജോസഫാണ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ദിർജിലിക്ക് നിവേദനം നൽകിയത്. മത്സ്യബന്ധനരുടെ വല നശിക്കുന്ന സംഭവം തുടർക്കഥയാകുന്നതിന് പരാതി. കടലിൽ താഴ്ന്നു കിടക്കുന്ന കണ്ടലിൽ ഉടക്കിയാണ് വലകൾ നശിക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കടലിൽ താഴ്ന്ന കണ്ടലിൽ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും നാശം വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കോർപ്പറേഷനിൽ LDF ഭരണസമിതി അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് യുവമോർച്ച നടത്തിയ നൈറ്റ് മാർച്ച് സംഘർഷം. പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മേയർ ആര്യരാജന്റെ കോലവുമായി പ്രതിഷേധത്തിന് എത്തിയ പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ബാലസംഘം സമ്മേളനത്തിൽ പങ്കെടുത്ത് കൊലക്കേസ് പ്രതി ബാലസംഘത്തിന്റെ ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിലാണ് കൊലക്കേസ് പ്രതി വടക്കുംപാട് സ്വദേശി ശ്രീജിത്ത് പങ്കെടുത്തത്. നൂർനാട് ഇടപ്പൂൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠ സ്കൂളിൽ നടന്ന BJP നേതാവിന്റെ പാദപൂജ വിഭാഗത്തിൽ വിശദീകരണമായി സ്കൂൾ പ്രിൻസിപ്പൽ. കാൽക്കടലിൽ പാദപൂജയല്ല സ്കൂളിൽ നടന്നതെന്നും പൂവും പനിനീരും തളിക്കലാണെന്നും BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപിനെ ചടങ്ങിൽ പങ്കെടുപ്പിൽ തെറ്റില്ലെന്നും വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ പ്രിൻസിപ്പൽ R. ശാന്തകുമാർ പറഞ്ഞു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ജനറൽ കാറ്റിൽ അടർന്നു വീണ് 2 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 1ാം BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ B. ആദിത്യ, PT. നയന എന്നിവർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കി. സിമിയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടിയ കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപം വാടക വീട്ടിൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ റെയ്ഡിൽ അനാശി സംഘം പിടിയിലായി. നടത്തിപ്പുകാരായ 2 പേരും ഒരു ഇടപാടുകാരും ഇതര സംസ്ഥാനക്കാരൻ 6 സ്ത്രീകളും ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്.
മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടാമ അറസ്റ്റിൽ ഭക്ഷണം നിഷേധിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്ത കുറ്റങ്ങൾ ചുമത്തിയാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. പന്തളത്തെ 11 വയസ്സുകാരി ഹന്ന ഫാത്തിമയുടെ മരണം പേവിഷബാധ മൂലമല്ലെന്ന് പരിശോധനാ ഫലം. വളർത്തുപൂച്ചയുടെ നഖം കൊണ്ട് ശരീരത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഹന്ന ഫാത്തിമ മരിച്ചത്. സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മോഹൻലാൽ സിനിമാ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ട സംഭവത്തിൽ സംവിധായകൻ പാരാഞ്ചത്തിനെതിരെ പോലീസ് കേസ്. സഹനിർമ്മാതാക്കളടക്കം ആകെ 5 പേർക്കെതിരെയാണ് കീളയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നാഗപട്ടണം ജില്ലയിലെ കീളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള അളക്കപ്പൊടിയിൽ ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. കാർ മറിക്കുന്ന ഒരു സാഹസ രംഗത്തെ ചിത്രീകരണത്തിലാണ് മോഹൻരാജിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടം ഉണ്ടായത്. ഒഡീഷ ബാലസോറിലെ അധ്യാപന പീഡനത്തിൽ മരണം തോന്നുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ശ്രമിച്ച സംഭവത്തിൽ കോളേജിന്റെ രൂക്ഷ വിമർശനവുമായി കുടുംബം. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ബോയിംഗ് വിമാനത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ച് DGCA. സ്വിച്ചുകൾ ഉൾപ്പെടെ ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ 2 തവണ മാറ്റി വെച്ചതായി പറയുന്ന റിപ്പോർട്ടിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. അതേസമയം വിമാനത്തിന്റെ എഞ്ചിന് തകരാറില്ലായിരുന്നുവെന്ന് റിപ്പോർട്ട് എയർ ഇന്ത്യ CEO ക്യാപ്ബെൽ വിൽസൺ സ്വാഗതം ചെയ്തു. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബോയിംഗ് വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ച് DGCA. സ്വിച്ചുകൾ ഉൾപ്പെടെയുള്ള ത്രോട്ട് കൺട്രോൾ മോഡുകൾ 2 തവണ മാറ്റിവെച്ചതായി പറയുന്ന റിപ്പോർട്ട് ദുരൂഹത വർദ്ധിക്കുന്നു. ലോക്സഭയിൽ എംപിമാരുടെ ഹാജർ ഉറപ്പാക്കാൻ പുതിയ സംവിധാനം നടപ്പാക്കുന്നു. എംപിമാർക്ക് സഭയ്ക്കകത്ത് എത്തിയ ശേഷം തന്നെ ഹാജർ രേഖപ്പെടുത്തണമെന്നാണ് പുതിയ തീരുമാനം. ജമ്മു കാശ്മീർ സർക്കാർ ദുർബലമാണെന്ന് വരുത്തിത്തീർക്കും താഴ്വരയിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് BJP കരുതുന്നതിൽ അവർക്ക് തെറ്റുപറ്റിയതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ ഹമാസിന് സാധിക്കില്ലെന്നും അവരുടെ ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിക്കണമെന്നും പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. യുക്രൈന് ആയുധം സഹായം നൽകുന്ന പ്രഖ്യാപനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ 100% തിരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനെ അറിയപ്പെടുന്ന 114 വയസ്സുള്ള ഫൗജ സിംഗ് അന്തരിച്ചു. ജലന്ധറിൽ വെച്ച് ഇന്നലെ വൈകിട്ട് വാഹനാപകടത്തിലാണ് അന്ത്യം. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒരു വാഹനം ഫൗജ സിംഗിനെ ഇടിച്ചു നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ലോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 22 റൺസ് തോൽവി. 191 റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 170 എല്ലാവരും പുറത്താവുകയാണ്. 60 റൺസുമായി പുറത്താവാൻ നിന്ന രവീന്ദ്ര ജഡേജയുടെ പോരാട്ടം പാഴായി. ഈ ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. 4ാം ടെസ്റ്റ് ഈ മാസം 23 മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.